ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കിഫ ഹാലക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മളെ എക്സാം എത്തിയിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം. ബിക്കോസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പോർഷൻ എക്സാമിന് എനിക്ക് തോന്നുന്നു ഒരു 3 മാർക്കോ അതല്ലെങ്കിൽ ഒരു 5 മാർക്കോ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പോർഷനിൽ നിന്ന് എങ്ങനെയാണ് അതിന് ആൻസർ നമ്മൾ എഴുതുക എന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മളെ പേജ് നമ്പർ 19 നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഒരു ഖിസ്സത്തു ദാത്തിയ അല്ലേ. എന്താ മക്കളെ ഖിസ്സത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥ അല്ലെ. ആത്മകഥയാണ് ഖിസ്സത്തു ദാത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഖിസ്സത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇംഗ്ലീഷ് എന്ന ഭാഷയെക്കുറിച്ച് ഖിസ്സത്തു ദാത്തിയ ചോദിക്കും, അതല്ലെങ്കിൽ മലയാളത്തിനെ കുറിച്ച് ചോദിക്കും, അതല്ലെങ്കിൽ അറബിയെ കുറിച്ച് ചോദിക്കും. ഈ 3 ഭാഷയെക്കുറിച്ചും സ്വന്തം ആത്മകഥ ആ ഒരു പിന്നെ ലാംഗ്വേജ് തന്നെ എഴുതുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെടുത്ത് ചോദിക്കുക. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ കണ്ടോ നിങ്ങൾ നഖ്റഉ അന്നിഖാത്ത് ഇത് കൊടുത്ത കണ്ടില്ലേ. നഖ്റഉ അന്നിഖാത വനുഇദ്ദു ഖിസ്സതൻ ദാതിയതൻ ലിലുഗതിന അൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഖിസ്സത്തു ദാത്തിയ എഴുതണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ തന്നിട്ടുള്ള സൂചനകളും ഈ തന്നിട്ടുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഓക്കെ, അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖിസ്സത്തു ദാത്തിയ എഴുതേണ്ടത്. ഇവിടെ നോക്കിയേ, ഒളവും മിനൽ ഉസ്രത്തി ദ്രാഫീദിയ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒളവ് ഇറ്റ്സ് എ മെമ്പർ ഓഫ് ഉസ്രത്തി ദ്രാഫീദിയ, ദ്രാവിഡിയൻ കുടുംബത്തിലെ ഒരു മെമ്പറാണ്. അളുവുൻ മിൻ ഉസ്രത്തി ദ്രാഫീദിയ. തുഞ്ചത്ത് എഴുത്തച്ഛൻ, എന്താ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാല് അത് മലയാള ഭാഷയുടെ പിതാവാണ് അല്ലെ. അത് അദ്ദേഹം എന്താണ്? മലയാള ഭാഷയുടെ പിതാവാണ്. അഫ്തഖിറു ബി തുറാസി, ഞാൻ എൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു അല്ലെ. ഐ പ്രൗഡ്. വനീയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബ്, ഒരുപാട് കലകളും സാഹിത്യങ്ങളും കൊണ്ട് ഞാൻ സമ്പന്നമാണ്. ആരാ പറയണത്? ലുഗത്തുൽ മലയാളമീയ പറയാണ് അല്ലെ. അൽ കുത്തുബുൽ അൽമിയ, ഒരുപാട് എന്താ പറയാ അറിവിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. റിവായാത്തു വൽ മസ്രഹിയാത്തു വൽ ഖിസസ്, കുറേ കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ അതിലുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ഈ ഒരു മലയാള ഭാഷയിലെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. കണ്ടോ? അപ്പൊ ഈ രൂപത്തിലാണ് കുഞ്ഞുങ്ങളെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? എഴുതാൻ. ഇതിനെ ഒന്ന് വിപുലീകരിച്ച് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നന്നായിട്ട് ഓരോ സെന്റൻസ് ആക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഖിസ്സത്തു ദാത്തിയ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എഴുതാം ഞാനാണ് ലുഗത്തു മലയാളമീയ അല്ലെ. അങ്ങനെ എഴുതി കൂടെ നമുക്ക് അന ലുഗത്തുൽ മലയാളമീയ അല്ലെ. ഞാൻ ആരാണ്? ലുഗത്തു മലയാളമീയാണ്. ഞാൻ ലുഗത്തു മലയാളമീയാണ്. ഇനി എന്ത് ചെയ്താം? ഞാൻ ജനിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. എഴുതിക്കൂടെ? അപ്പൊ വുലിത്തു ഞാൻ ജനിച്ചത് ഫി കേരള, ഞാൻ കേരളത്തിലാണ് ജനിച്ചത്. നോക്കിയേ മാം, ഇത്രയും സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. ഞാൻ അല്ലാതെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇട്ട് തരികയല്ല. ഞാൻ ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ, വുലിത്തു ഫി കേരള, ഞാൻ കേരളത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അടുത്തത് നമുക്ക് ആരെ എഴുതാം? എൻ്റെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതും? വാലിദി, എൻ്റെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. വാലിദി തുഞ്ചത്ത് എഴുത്തച്ഛൻ. എൻ്റെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. വാലിദി തുഞ്ചത്ത് എഴുത്തച്ഛൻ. അടുത്തത് എന്താ വരുന്നത്? അടുപ്പം ഞാൻ ആരാണെന്ന് എഴുതി, ഞാൻ എവിടെയാ ജനിച്ചത് എന്ന് എഴുതി, എൻ്റെ പിതാവ് ആരാണെന്ന് എഴുതി. ഇനി അടുത്തത് നമുക്ക് ഇവനെ എഴുതാം. ആരെഴുതാം? ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്കിട്ട് പോവാട്ടോ. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതി. ഇനി നമുക്ക് ഇവനെ എഴുതാം. ആരെ? ഒളുവു മിനൽ ഉസ്രത്തി ദ്രാഫീദിയ അല്ലെ, അതെഴുതാം. അപ്പൊ നമ്മൾ അവിടെ അതിന്റെ ജസ്റ്റ് മുന്നേ എന്ത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി? അന എന്നുള്ള വേർഡ് ചേർത്ത് കൊടുത്താൽ മതി.
എങ്ങനെ എഴുതും? അന ഞാൻ, അളുവുൻ അന അളുവുൻ മിൻ മിനൽ ഉസ്രത്തി മിനൽ ഉസ്രത്തി അന അളുവുൻ മിനൽ ഉസ്രത്തി അദ്രാഫീദിയ. എങ്ങനെ എഴുതുക? ദ്രാഫീദിയ. അന അളുവു മിൻ ഉസ്രത്തി ദ്രാഫീദിയ. ഞാൻ ദ്രാവിഡ്യൻ കുടുംബത്തിൽപ്പെട്ടതാണ്. എന്നെ എങ്ങനെ എഴുതും? അടുത്തത് എങ്ങനെ എഴുതും? യെസ്, ഞാൻ ഒരുപാട് കലകൾ കൊണ്ടും സാഹിത്യം കൊണ്ടും സമ്പന്നയാണ്. അപ്പൊ അതിന്റെ മുന്നിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അന ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അന അന ഞാൻ, പിന്നെന്താണ്? അന ഒന്നീയത്തുൻ, അല്ലെ? ഞാൻ സമ്പന്നയാണ്. അന ഒന്നീയത്തുൻ, ഞാൻ സമ്പന്നയാണ്. എന്തുകൊണ്ട്? അന ഒന്നീയത്തുൻ ബിൽ ഫുനൂൻ, ബിൽ ഫുനൂൻ, ഫുനൂന് കൊണ്ട് ഞാൻ സമ്പന്നയാണ്. വൽ ആദാബ്, എന്തുകൊണ്ട്? പിന്നെ സാഹിത്യം കൊണ്ടും ഞാൻ സമ്പന്നയാണ്. അന ഒന്നീയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബ്. പിന്നെന്താണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്? യെസ്, അടുത്തത് വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയാ, കുറെ ഇൽമ് കുത്തുബുൽ ഇൽമിയ ഉണ്ട് എന്ന് നമുക്ക് എഴുതണം, അല്ലെ? അപ്പൊ എന്താണ് എഴുതാ മക്കളെ? വൽ ആദാബിന്റെ കൂടെ നമ്മൾ വൽ എന്ന് ചേർത്തിട്ട് കുത്തുബുൽ ഇൽമിയ കൂടെ ചേർത്ത് കൊടുക്കുക. വൽ കുത്തുബുൽ ഇൽമിയ. ഓക്കെ, വൽ കുത്തുബുൽ ഇൽമിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത്. അതായത് ഗ്രന്ഥങ്ങൾ കൊണ്ടും അറിവുള്ള ഗ്രന്ഥങ്ങൾ കൊണ്ടും സാഹിത്യം കൊണ്ടും കല കൊണ്ടും ഞാൻ എന്താണ് സാഹിത്യം കൊണ്ടും കല കൊണ്ടും ഞാൻ സമ്പന്നയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെഷൻ എന്താ ഇതിൽ കൊടുത്തിട്ടുള്ളത്? അടുത്ത സെഷൻ എന്ന് പറഞ്ഞാല് ഒരുപാട് റിവായത്തുകളും അതേപോലെ നോവലുകളും മസ്രഹിയാത്തുകളും ഒക്കെ ഉണ്ടെന്ന് എഴുതണം, അല്ലെ? അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? ഞാൻ വിശാലമാണ് എന്ന് ചേർത്ത് കൊടുക്കാം. വസിഅതു, വസിഅതു. കണ്ടോ? അപ്പൊ മാം അത് എവിടെ എഴുതി കൊടുത്തു? വസിഅതു, ഞാൻ വിശാലമാണ്. ബിർരിവായാത്ത്, നോവല് കൊണ്ട്. ബിർരിവായാത്തി, നോവല് കൊണ്ടും. വൽ മസ്രഹിയാത്തി, വൽ മസ്രഹിയാത്തി എന്താണ്? നാടകങ്ങൾ കൊണ്ടും. വൽ ഖിസസി, കഥകൾ കൊണ്ടും. ഓക്കെ, ഇതൊക്കെ കൊണ്ട് ഞാൻ എന്താണ് വിശാലമാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ പെൻഡിങ് ഉണ്ട്, അല്ലേ? അപ്പൊ എന്താണ്? കാന വൈക്കം മുഹമ്മദ് ബഷീർ, കാന വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ തന്നെ എഴുതി കൊടുക്കട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ആരാണ്? കാത്തിബുൻ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. മഷ്ഹൂറുൻ, അറിയപ്പെട്ട എഴുത്തുകാരനാണ്. എവിടെ? ഫി ലുഗത്തിൽ മലയാളം, ഫിൽ ലുഗത്തിൽ മലയാളം, മലയാള ഭാഷയിലെ അറിയപ്പെട്ട എഴുത്തുകാരനാണ്. ഓക്കെ, അടുത്തത് എന്താ ചെയ്യാ? ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട്. അഫ്തഖിറു ബി തുറാസി, അല്ലെ? അപ്പൊ അതും കൂടെ നമ്മൾ എഴുതാം. അന അഫ്തഖിറു, ഞാൻ അഭിമാനിക്കുന്നു. അന അഫ്തഖിറു ബി തുറാസി, എന്റെ പൈതൃകത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അഭിമാനിക്കുന്നു. കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ 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 ഈസിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ തന്നിട്ടുള്ള ഓരോ സെന്റൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വേർഡിനെയും നമ്മൾ സെന്റൻസ് ആക്കണം. ഓക്കെ, ഇവിടെ ഒന്നാമത്തത് നമ്മൾ എഴുതിയത് എന്താണ്? അന അളുവുൻ, ഇതിന്റെ മുൻപിൽ ഒരു അന ചേർത്ത് കൊടുത്തു, അല്ലെ? അന അളുവുൻ മിനൽ ഉസ്രത്തി ദ്രാഫീദിയ. ഓക്കെ, അടുത്തത് തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, അല്ലെ? അപ്പൊ അതാരാണ്? വാലിദി, എന്റെ പിതാവാണ്. ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഓക്കെ, വാലിദി തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇനി ഇതിന്റെ മുന്നിൽ എന്താ ചേർത്ത് കൊടുക്കും? അന ചേർത്ത് കൊടുക്കുക. അന അഫ്തഖിറു ബി തുറാസി. ഇതിന്റെ ഒക്കെ മുന്നിൽ അന ഒന്നിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുത്തുബി ഇൽമിയ. അടുത്തത് വസിഅതു, ഞാൻ വിശാലമാണ്. ബിർരിവായാത്തി വൽ മസ്രഹിയാത്തി വൽ ഖിസസ്, ഇവ കൊണ്ടൊക്കെ ഞാൻ വിശാലമാണ്. പിന്നെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെ? അദ്ദേഹം ഇതിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. കണ്ടോ? അപ്പൊ ഇത്രേ സംഭവമുള്ളൂ. വെരി 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 ഈസിയാണ്. ഓക്കെ,
ഇനി ദേ മാം വേറൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ മോഡലല്ല, വേറെ മോഡല്. ലുഗത്തുന അൽ ഉമ്മു ഹിയ ലുഗത്തുൽ ആലമിയ ഹിയ അളൂ മിനൽ അസ്റത്തി ദിറാഫിദിയ. ഇത് ശരിക്ക് ലുഗത്തുൽ മലയാളം മലയാളത്തെ കുറിച്ച് എഴുതുന്നതല്ല, അതല്ലാതെ നമ്മൾ ലുഗത്തുൽ മലയാളത്തിനെ കുറിച്ച് എഴുതുന്നതാണ്. പക്ഷെ ഈ മോഡലല്ല ശരിക്കും നമ്മൾ എഴുതേണ്ടത് ഇപ്പൊ മാം അടിയിൽ കാണിച്ചു കൊടുത്ത ഈ മോഡലാണ് കേട്ടോ. അപ്പൊ മലയാള ഭാഷയെ കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ ഈ മോഡലിൽ കൊടുത്താൽ മതി. അതായത് മലയാള ഭാഷയെ കുറിച്ച് നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതൂ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ എഴുതാം. ഓക്കെ. ലുഗത്തുന അൽ ഉമ്മു ഹിയ ലുഗത്തുൽ മലയാളമിയ. എന്റെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ്. ഹി അളുവുൻ മിനൽ ഉസ്രത്തി ദ്രാഫീദിയ. അതെന്താണ്? ദ്രാവിഡിയൻ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. അബുൽ ലുഗത്തുൽ മലയാളമിയ. ലുഗത്തുൽ മലയാളമിയന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹുവ തുഞ്ചത്ത് എഴുത്തച്ഛൻ. അതാരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അഫ്തഖറു ബിലുഗത്തി. ഞാൻ ലുഗത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രൗഡ് ചെയ്യുന്നു. ലിഅന്നഹ ഗനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബ്. അതിൽ കുറേ ഫുനൂന് കലകളുണ്ട്. വൽ ആദാബ് സാഹിത്യമുണ്ട്. വകുത്തുബുൽ ഇൽമിയ വരിവായാത്ത് വൽ മസ്രഹിയാത്ത് വൽ ഖിസസ്. ഇതൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് എന്താണ്? എൻ്റെ ലുഗത്ത് എന്താണ്? സമ്പന്നമാണ്. വമിൻ അഷ്ഹരിൽ കുത്താബിഹ. അതിലെ ഏറ്റവും അറിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കണ്ടോ? അപ്പൊ ഈ രൂപത്തില് മലയാള ഭാഷയെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഈ രൂപത്തിൽ എഴുതുക. മലയാള ഭാഷയുടെ ആത്മകഥ എഴുതാൻ പറഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഈ രൂപത്തിലാണ് മക്കളെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? അഅദ്ദ ഖിസ്സത്തു ദാത്തിയ ലില്ലുഗത്തിൽ ഇൻജിലീസിയ ബിമുസാഇദത്തി നിഖാത്തി താലിയ. താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഖിസ്സത്തു ദാത്തിയ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലുഗത്തുൽ ആലമിയ അല്ലെ, പിന്നെന്താണ്? ലമഗത്തു തിജാരിയ, യതകല്ലമു മില്ലിയൂൻ, കുത്തുബുൽ അദബിയ, റിവായത്ത്, ഖിസസ്, അഷ്ആർ. ഓക്കെ, അവിടെ എന്താണ്? ലുഗത്തുൽ ഇൻജിലീസിയ. അന ലുഗത്തുൽ ഇൻജിലീസിയ. ഞാൻ ആരാണ്? ലുഗത്തുൽ ഇൻജിലീസിയ ആണ്. അന ലുഗത്തുൽ ആലമിയ വ ലുഗത്തു തിജാരിയ. ഞാൻ ആരാണ്? ലുഗത്തുൽ ആലമിയാണ്. ഞാനൊരു വേൾഡ് ഭാഷയാണ് അല്ലെ. വ ലുഗത്തു തിജാരി, ഇവിടെ ലുഗത്താണ് കേട്ടോ. വ ലുഗത്തു തിജാരിയ, ഞാൻ ബിസിനസിന്റെ എന്താണ്? ഭാഷയാണ്. കാരണം ഒരുവിധം ബിസിനസ്സുകളൊക്കെ ഡീൽ ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടാണ് അല്ലേ. അതായത് ഹൈ കമ്പനികളിലൊക്കെ ജോലി കിട്ടണമെങ്കിലും അവിടുത്തെ ബിസിനസ്സുകളൊക്കെ ഡീൽ ചെയ്യണമെങ്കിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം. അപ്പം അതാണ്. യതകല്ലമുനി, എന്നെ സംസാരിക്കുന്നു. മില്ലിയൂനൻ നാസ, ഒരുപാട് മില്യൺ കണക്കിന് ആൾക്കാർ. ഫിൽ ആലം, ലോകത്ത് അല്ലെ. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. കുത്തുബുൽ അദബിയ, സാഹിത്യ ഗ്രന്ഥങ്ങള്. വ റിവായാത്ത്, നോവലുകള്. വൽ ഖിസസ്, കഥകള്. വൽ അഷ്ആർ, കവിതകള്. ഇതൊക്കെ എന്നിലുണ്ട്. കസീറൻ, ധാരാളം. വഹിബുനി, എന്നെ ഇഷ്ടപ്പെടുന്നു. തുല്ലാബ്, കുട്ടികളെ. വ അഫ്തഖറു ബിനഫ്സി, എന്നെ എന്ത് ചെയ്യുന്നു? ബിനഫ്സി, എന്താ പറയാ, ഞാൻ എന്നെ സ്വയം ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മാം വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ഖിസ്സത്തു ദാത്തിയ എഴുതാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം തന്നിട്ടുള്ള സെന്റൻസിനെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ആ സെന്റൻസിന്റെ മുൻപിൽ ഒന്നെങ്കിൽ അന, അതല്ലെങ്കിൽ വസിയത്തു, അതല്ലെങ്കിൽ ലീ, എനിക്കുണ്ട്, അതല്ലെങ്കിൽ വാലിദി, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ അബ് എന്നുള്ള രീതിയിൽ എന്താണ് കുഞ്ഞു കുഞ്ഞു വേർഡ്സുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ അതെന്തായി? സെന്റൻസുകൾ ക്രിയേറ്റ് ആവുകയും അതൊരു ഖിസ്സത്തു ദാത്തിയ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ ശരി മക്കളെ, ഇൻഷാ അല്ലാ ലൈവില് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടാവണം. നമ്മൾ 12th ലൈവ് കൊടുക്കുന്നത്. മോർണിംഗ് 10th AM. സോ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.